ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ വിത്ത് അഞ്ജലി റോക്സ് ആണ്. ഇന്ന് എൻ്റെ കൂടെ ഇൻട്രോ പറയാൻ ഒരാളും കൂടിയുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കർണാടകയിലെ ബദാമിയിലാണ്. ബദാമി കേവ് ടെമ്പിൾ ആണ് എൻ്റെ ബാക്കിൽ. അതിൻ്റെ ഓപ്പോസിറ്റ് അഗസ്ത്യാർ ലേക്ക്, ബദാമി ഫോർട്ട് ഒക്കെ ഉണ്ട്. അതിൻ്റെ വിശേഷങ്ങളിലോട്ടാണ് പോകുന്നത്. ബദാമിയിലെ സ്ഥലങ്ങളെ രണ്ട് പാർട്ടുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് നോർത്ത്, ഒന്ന് സൗത്ത്. ഈ നോർത്തിൽ വരുന്ന ഭാഗമാണ് ഈ ബദാമി കേവ് ടെമ്പിള്. 4 കേവ് ഉണ്ട്. ഇതാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്. നമ്മൾ മുകളിലേക്ക് പോകുന്നതോറും ഓരോരോ കേവുകൾ കാണാം. അപ്പം നമ്മൾ മുകളിലെത്തുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ഒരു വ്യൂ തരുന്നുണ്ട്. അതായത് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡാണ് സൗത്തിലെ സ്ഥലങ്ങളുള്ളത്. നോർത്തിൽ ഈ ഒരു കേവ് ടെമ്പിൾ മാത്രമേ ഉള്ളൂ. ഓപ്പോസിറ്റ് സൗത്തിലാണ് അഗസ്ത്യാർ ലേക്ക്. ഒരു ലേക്ക് നമ്മൾ നേരത്തെ കണ്ടുള്ളൂ. ആ ലേക്ക്, ഭൂതനാഥ് ടെമ്പിള്, ഒരു മ്യൂസിയം ഉണ്ട്, പിന്നെ ബദാമി കോട്ട. ഇതൊക്കെ സൗത്തിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് വരുമ്പോൾ ആദ്യം കേവ് ടെമ്പിളിൽ വരാം, എന്നിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിക്കുക, അല്ലെങ്കിൽ നടന്നു പോവുക, അല്ലെങ്കിൽ കാറിൽ പോവുക, എന്നിട്ട് സൗത്ത് സ്ഥലങ്ങൾ കാണാം. ബദാമി യാത്ര എങ്ങനെയാണ് പ്ലാൻ ചെയ്യുക എന്നുള്ളതും കേരളത്തിൽ നിന്ന് വരുമ്പോഴും ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോഴും എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ എത്തിച്ചേരാം എന്നുള്ളതും ഇവിടുത്തെ പ്രത്യേകതകൾ പറ്റിയുള്ള 3 വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. അതിൽ ആദ്യത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ ബദാമി റൂട്ടിൽ പോകാൻ പറ്റുന്ന മറ്റു സ്ഥലങ്ങളുടെ വീഡിയോയും ഈ 3 വീഡിയോന് ശേഷം തുടർച്ചയായിട്ട് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാ സീരീസും കാണാം. ഈ വീഡിയോയും മൊത്തമായിട്ട് കാണാം, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാം. കർണാടക മഹാരാഷ്ട്ര റോഡിലുള്ള സ്ഥലമാണ് കേട്ടോ. ഈ മഹാരാഷ്ട്ര ബോർഡറിൽ വരുന്ന ഒരു സ്ഥലമാണ് ഈ ബദാമി എന്ന് പറയുന്നത്. നമ്മൾ അതിന്റെ മെയിൻ ഗേറ്റ് ബദാമി കേവ് ടെമ്പിളിലോട്ടാണ് ആദ്യം പോകുന്നത്. നമ്മൾ അതിന്റെ മെയിൻ ഗേറ്റ് കഴിഞ്ഞത് ഈ പാർക്കിങ്ങിന്റെ സ്ഥലത്തോട്ട് എത്തി. ബദാമിയുടെ നോർത്ത് ഭാഗത്താണ് ഈ ബദാമി കേവ് ടെമ്പിൾ വരുന്നത്. ഈ ബദാമി കേവ് ടെമ്പിളിലോട്ട് പോകാൻ വേണ്ടി മാത്രം ടിക്കറ്റ് എടുക്കണം. പാർക്കിങ്ങിന്റെ അവിടെ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. മറ്റ് സൗത്ത് പാർട്ടിലുള്ള സ്ഥലങ്ങൾ കാണാനായിട്ട് ടിക്കറ്റ് എടുക്കണ്ട. പക്ഷെ നോർത്ത് പാർട്ടിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ചിലപ്പോൾ നമ്മൾ സൗത്തിൽ പോകുന്ന സമയത്ത് അവർ ടിക്കറ്റ് ചോദിക്കും. അവിടെ ടിക്കറ്റ് വേണ്ടാന്നാണ്, പക്ഷെ ചില സെക്യൂരിറ്റിക്കാർ അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് നിങ്ങൾ ബദാമി നോർത്ത് എന്ന് പറയുന്ന ഈ ബദാമി കേവ് ടെമ്പിളിലോട്ട് വരാം. ഗൂഗിളിൽ കേവ് ടെമ്പിൾ, ബദാമി കേവ് ടെമ്പിൾ എന്നാണ് ലൊക്കേഷൻ കൊടുക്കേണ്ടത്. വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. പാർക്കിങ്ങിന്റെ അവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടാവും. പിന്നെ ഈ കാണുന്ന ഒരു വിഷ്വൽസ് ഞാൻ രാവിലെ എടുത്തതാട്ടോ. കാരണം ഞാൻ തലേ ദിവസം ഞാൻ വൈകുന്നേരമാണ് എത്തിയത് ബദാമി കേവ് ടെമ്പിളിലോട്ട്. ആദ്യം അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഹോട്ടലിൽ നിന്ന് നേരെ രാവിലെ 6 മണിക്ക് വന്ന് ആരും ഇല്ലാണ്ട് വന്ന് എടുത്ത വിഷ്വൽസ് ആണ് കണ്ടത്. ഇനി വീണ്ടും തലേ ദിവസത്തോട്ട് പോവാം. ഞങ്ങൾ എത്തിയത് ഉച്ച തിരിഞ്ഞിട്ടാണ്, 4 മണിക്കാണ്. അപ്പോഴേക്കും ഒരു ക്ലൗഡി ആയിട്ട് മഴക്കാരുള്ള ഒരു കാലാവസ്ഥയായിരുന്നു. അപ്പോൾ ഈ ബദാമി കേവ് ടെമ്പിൾ കണ്ട് കുറെ കയറ്റങ്ങളുണ്ട്. അത് കയറി വന്നപ്പോൾ ഇരുട്ടായി, പിന്നെ മറ്റു സ്ഥലങ്ങളിലോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ എങ്ങനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം, ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ബദാമി കാണാൻ പറ്റും. ഒറ്റ ദിവസം കൊണ്ട് തന്നെ നോർത്തും സൗത്തും ഒക്കെ കവർ ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതാണ്. എല്ലാ സീരീസും കാണാം. ബദാമിയുടെ സ്ഥലങ്ങളുടെ സീരീസും കാണാം. ഇത് ബദാമി കേവ് ടെമ്പിൾ 1 ആണ് കാണുന്നത്. ശിവഭഗവാന് സമർപ്പിച്ചിരിക്കുന്നു. ആരാധനയൊന്നും ഇല്ല കേട്ടോ. ഡാൻസിങ് ശിവയുടെയും ഗണേശമൂർത്തിയുടെയും മഹിഷാസുരമർദ്ദനിയുടെയും ഒക്കെ ശില്പങ്ങളാണ് നമുക്ക് ഈ കേവ് ടെമ്പിൾ 1 കാണാൻ സാധിക്കും. അങ്ങനെ 4 കേവ് ഉണ്ട്. ഇതാണ് ഫസ്റ്റത്തെ കേവ് നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ കാണുന്നത്. ഒരുപാട് മനോഹരമായ ഭൂപ്രകൃതിയും കാളവണ്ടിയും നില സൂര്യകാന്തി, ഗോതമ്പ്, കോട്ടൺ കൃഷികളുടെ ഒക്കെ പാടങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് കേട്ടോ നമ്മൾ എത്തിയത്. അപ്പൊ പോകുന്ന വഴിയിലുള്ള വിഷ്വൽസും അവിടുത്തെ മറ്റ് എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ എൻ്റെ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അപ്പൊ എല്ലാ വീഡിയോയും തുടർച്ചയായിട്ട് കാണാം. ഇനി കേവ് ടെമ്പിൾ 1 പോവാം. നമുക്ക് പാറയിൽ കൊത്തിയെടുത്ത ക്ഷേത്രങ്ങളാട്ടോ ഇത് കാണുന്നത്. ചാലൂക്യ രാജാക്കന്മാരുടെ സംഭാവനയാണ് ഈ ബദാമിയിലെ എല്ലാ സ്ഥലങ്ങളും. ചാലൂക്യ രാജവംശം കേട്ടിട്ടുണ്ടോ? ഹിസ്റ്ററിയിൽ നിന്ന് അറിയില്ല, കേൾക്കാത്തവരിപ്പൊ കേൾക്കുക. അപ്പോൾ അതെ, കേവ് ടെമ്പിൾ 1 പോകുന്നത്. എല്ലാവരും ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ അതിന്റെ ആവശ്യമില്ല, പ്രത്യേകിച്ച് ആരാധനയൊന്നുമില്ല. മഹിഷാസുരമർദ്ദിനിയുടെയും ഒരുപാട് ഡാൻസിങ് ശിവ, ഗണേശ, ഇതിന്റെ ഒക്കെ ശില്പങ്ങളും കൊത്തുപണികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. രാജമൗലിയുടെ മഗധീര സിനിമയുടെ പല ഭാഗങ്ങളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സീക്രട്ട് ഓഫ് ശിലേദാർ എന്ന് പറഞ്ഞൊരു ഹിന്ദി വെബ് സീരീസ് ഉണ്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ. ആ സിനിമയിലും ഈ ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഐശ്വര്യ റായുടെ ബർസോരെ മെഗാ മെഗാ എന്നൊക്കെ പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ സിനിമ ഗുരു സിനിമയിലെ മറ്റൊരു ഗാനരംഗവും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് ഹിസ്റ്റോറിക്കൽ സിനിമ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. റെഡ് സാൻഡ്സ്റ്റോൺ കൊണ്ടാണ് ഇവിടുത്തെ മിക്ക ഭാഗങ്ങളും ഈ ക്ഷേത്രത്തിലെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇവിടുത്തെ മറ്റ് അട്രാക്ഷൻസ് ആയ
നമ്മൾ നേരത്തെ ഫസ്റ്റ് ഇൻട്രോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഓപ്പോസിറ്റ് സൈഡിലുള്ള ഭൂതനാഥ് ടെമ്പിളും അഗസ്ത്യ ലേക്കൊക്കെ അടുത്ത എപ്പിസോഡിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. അതുകൂടാണ്ട് ബദാമിയിൽ ചെറിയ കിലോമീറ്റർ വ്യത്യാസത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് ഉണ്ട്, ഭയങ്കര പ്രശസ്തമാണ്. അതും ഞാൻ എൻ്റെ അടുത്ത വരുന്ന എപ്പിസോഡിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഈ പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസും പിന്നെ ബദാമി നോർത്തും സൗത്തൊക്കെ ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നും ഞാൻ പറയുന്നതാണ്. മൊത്തമായിട്ട് കാണുക. ഇനി നമ്മൾ കേവ് 2ന്റെ ഭാഗത്തോട്ടാണ് പോകുന്നത്. ഇവിടുത്തെ ഒരു ആർക്കിടെക്ചറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ സൗത്ത് സ്റ്റൈലായ ദ്രാവിഡ ശൈലിയും നോർത്ത് സ്റ്റൈലായ നാഗര സ്റ്റൈലും ഒരുമിച്ചിട്ടാണ് പാറയിൽ കൊത്തിയെടുത്ത ശില്പങ്ങളാണ് കേട്ടോ. അപ്പൊ പണ്ട് കാലത്തൊക്കെ രാജാക്കന്മാർക്ക് ഒരു മതവിശ്വാസത്തിന് അപ്പുറം തന്നെ ഒരു അഭയകേന്ദ്രം, അവരുടെ രാജകീയമായ പല തന്ത്രപ്രധാനമായ പല കാര്യങ്ങളും ഇത്തരം ക്ഷേത്രങ്ങളിലാണ് ഉണ്ടായിരുന്നത്. അവരുടെ പല രഹസ്യ സംഭവങ്ങളും അവരുടെ ഓരോ രാജവംശത്തിന്റെ ഹിസ്റ്റോറിക്കലായിട്ട് സൂക്ഷിക്കാനായിട്ട് പല ലിഖിതങ്ങളും കന്നഡ സംസ്കൃത ലിഖിതങ്ങളൊക്കെ നമുക്ക് കാണാം. നമുക്കത് വായിക്കാൻ അറിയില്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് എഴുതാനല്ലേ അറിയുള്ളൂ, വായിക്കാൻ അറിയില്ല. പക്ഷെ കന്നഡ സംസ്കൃതമാണെന്ന് മനസ്സിലായി. ഓരോ ഗുഹയിലോട്ട് പോകുമ്പോഴും അത് കാണാൻ പറ്റും. ഇത് കേവ് 2 ആണ്. നിങ്ങൾ പ്രത്യേകിച്ച് വീക്ക് ഡേയ്സിൽ വർക്കിംഗ് ഡേയ്സ് വരാം, അല്ലെങ്കിൽ ഇതുപോലെ ക്രൗഡഡ് ആയിരിക്കും. കാരണം ഇപ്പോൾ റീൽസും ഇതൊക്കെ കാരണം ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര തിരക്കുണ്ടാവും. അപ്പോൾ നമ്മൾ വീക്കെൻഡിൽ വന്നുകൊണ്ട് ഇത്ര തിരക്ക് വന്നത്, പക്ഷേ വർക്കിംഗ് ഡേയ്സിൽ തന്നെ വരാൻ നോക്കാൻ പറ്റുമെങ്കിൽ. അപ്പോൾ ആ ഒരു നോർത്തും സൗത്തും സ്റ്റൈൽ മിക്സ്ഡ് ആവാൻ കാരണം ഈ സ്ഥലം വരുന്നത് കർണാടകയ്ക്കും മഹാരാഷ്ട്രയ്ക്കും, മഹാരാഷ്ട്ര ബെൽഗാവി എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ആ ഒരു ഇതാണ് നിയറസ്റ്റ് ബോർഡർ ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് രണ്ട് കൾച്ചറിലുള്ള ഒരുപാട് രാജവംശങ്ങളിവിടെ ഭരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് കൾച്ചറിലും ഒരുപാട് സംഭവങ്ങൾ ആ ഒരു സ്റ്റൈൽ നമുക്ക് കാണാൻ സാധിക്കും. ദ്രാവിഡ സ്റ്റൈലും നാഗര സ്റ്റൈലും. ഈ ബദാമി സ്ഥലത്തെ പണ്ട് വാതാബി എന്നാണ് വിളിച്ചിരുന്നത്. വാതാബി ഗണപതി നമുക്കൊരു പാട്ടുണ്ട്, ആ വാതാബി ആണോ എന്നറിയില്ല, പക്ഷെ വാതാബി എന്നാണ് വിളിച്ചിരുന്നത്. ചാലൂക്യ രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്നു ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. കന്നഡ സംസ്കൃത ലിഖിതങ്ങളുടെയും ഇതിൻ്റെ ഒക്കെ കേന്ദ്രങ്ങളും ഇവിടെയാന്ന് പറയുന്നു. പ്രകാശം നേരിയ രീതിയിൽ ഉള്ളിലോട്ട് എത്തുന്ന രീതിയിലാണ് ഈ പടുകൂറ്റ നിർമ്മിതികളൊക്കെ. നമ്മൾ കർണാടകയിൽ ഇങ്ങനത്തെ ഹിസ്റ്റോറിക്കൽ, നമ്മൾ ചിക്മംഗ്ലൂർ പോവുകയാണെങ്കിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് ഇങ്ങനത്തെ ഹംപിയിൽ പോവുകയാണെങ്കിൽ ഒക്കെ നമുക്ക് കൺസ്ട്രക്ഷൻ അത്ര വെയിലുള്ള സമയമാണെങ്കിൽ കൂടി അത്ര വെയിൽ അധികം ഏൽക്കാത്ത രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ആട്ടോ. നമ്മൾ കാലാവസ്ഥയുടെ ഒരു ചൂടുണ്ടാവുമെങ്കിലും ഇവിടുന്ന് വെയിൽ ഏൽക്കാത്ത രീതിയിലുള്ള കൺസ്ട്രക്ഷൻ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. കേവ് 2 ആണ്. കേവ് 2 എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വിഷ്ണു ഭഗവാന് ആണ് സമർപ്പിച്ചിരിക്കുന്നത്. വിഷ്ണു ഭഗവാന്റെ ഭാവങ്ങളായ ത്രിവിക്രമനെയും വർഷയ്ക്കും വേണ്ടിയിട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത് കേവ് 2. അപ്പോൾ ഇത് നമ്മൾ കർണാടകയിലെ എല്ലാ അമ്പലങ്ങളിലും പോവുകയാണെങ്കിൽ, ഇത്തരം ഗുഹാക്ഷേത്രങ്ങൾ, ഇത്തരം ഹിസ്റ്റോറിക്കൽ പ്രൊട്ടക്റ്റഡ് സൈറ്റുകളിൽ പോവുകയാണെങ്കിൽ, ആർക്കിയോളജിക്കൽ സ്പെഷ്യൽ സൈറ്റുകൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രത്യേകത കാണാൻ പറ്റും. 6-ാം നൂറ്റാണ്ടിലാണ് ചുവന്ന പാറക്കെട്ടുകൾ തുറന്ന് ഗുഹാക്ഷേത്രങ്ങൾ സ്ഥാപിച്ചതെന്ന് പറയുന്നു. എല്ലാ ഗുഹയിലെ ചുമരിലും ശില്പങ്ങൾ ഒറ്റ കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന പൂർണ്ണമായിട്ടാണ്, നമുക്കൊരു പൂർണ്ണ പ്രതിമകളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ ഒരു ഭൂപ്രകൃതിയും കൊത്തുപണികളൊക്കെ ഒരു ദൃശ്യവിസ്മയം തന്നെയാട്ടോ. എല്ലാവരും താജ്മഹലും മറ്റും കാണാൻ പോകുന്നുണ്ടെങ്കിലും സൗത്ത് ഇന്ത്യയിൽ ആ കാറ്റഗറിയിൽ കാണേണ്ട അത്ഭുതം തന്നെയാണ് ഈ കേവ് ടെമ്പിൾ. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ബാംഗ്ലൂർ വരുന്നുണ്ടെങ്കിൽ, ബാംഗ്ലൂർ, മൈസൂർ അല്ലെങ്കിൽ ഈ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരൊറ്റ ദിവസം മാറ്റി വെച്ച ബദാമി കാണാം. പിന്നെ അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങൾ കാണണമെങ്കിൽ ഒരു 2 ദിവസം കൂടി, ഒരു 2 ഡേ ഫുള്ളായിട്ട് 2-3 ദിവസം കാണുന്നതിന് ആ റൂട്ടിലുള്ള എല്ലാ സ്ഥലങ്ങളും 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കവർ ചെയ്യാം. അതെങ്ങനെ കവർ ചെയ്യാമെന്ന് എൻ്റെ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് ഞാൻ പറയുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ റൂട്ട് കവർ ചെയ്യണം. ഇനി എങ്ങനെ എത്തിച്ചേരാം എന്നാണ്, കേരളത്തിൽ നിന്നാണെങ്കിൽ ഡയറക്റ്റ് ഒരിക്കലും വരരുത്. കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട്. കൊല്ലം ജംഗ്ഷനിൽ നിന്ന് ബദാമി ഹുബ്ലി വരെയാണ് ട്രെയിൻ ഉള്ളത്. ഹുബ്ലിയിൽ നിന്ന് ബദാമിയിലോട്ടും. ബദാമിയാണ് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. പക്ഷേ 18-20 മണിക്കൂറിൽ യാത്ര ചെയ്യുന്നത് തികച്ചും വേസ്റ്റ് ഓഫ് ടൈമാണ്. ടൈം ഉണ്ടെങ്കിൽ മാത്രം വരാം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ബാംഗ്ലൂരിൽ നിന്ന് യാത്ര തുടങ്ങുക. ട്രെയിൻ ആണെങ്കിൽ ബദാമി, ബാംഗ്ലൂരിൽ എപ്പോഴും ട്രെയിൻ ഉണ്ട്. ബദാമി നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. ഫ്ലൈറ്റിലാണെങ്കിൽ ഫ്ലൈറ്റ് ഉണ്ട്. ബാംഗ്ലൂർ ടു ഹുബ്ലി ജംഗ്ഷൻ ആണ് ഫ്ലൈറ്റ്. അവിടെ നിന്ന് ഒരു 2-3 മണിക്കൂറുള്ളൂ ഈ ബദാമി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട്, HBX ബാംഗ്ലൂരിൽ നിന്ന്. ഇനി അതല്ല ബൈ റോഡാണെങ്കിൽ നിങ്ങൾക്ക് 460 കിലോമീറ്റർ, 460 കിലോമീറ്റർ ആണുള്ളത്. 8 hours ആണ്. പക്ഷേ 8 hours എന്ന് കേട്ട് ഞെട്ടണ്ട. ഈ റൂട്ടിൽ പോകുമ്പോൾ അടിപൊളി സ്ഥലങ്ങളുണ്ട് ഇതുപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത്. ഒരു 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ബദാമി പോകുന്ന റൂട്ടിലുള്ള സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. അതെങ്ങനെയാണെന്ന് ഞാൻ പറയുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫുള്ള് കാണാം വീഡിയോ. ഇനി ഗോവയിലോട്ടും കൂടി പ്ലാൻ ചെയ്യണമെങ്കിൽ, നിങ്ങളൊരു ലോങ് ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ റൂട്ട് തന്നെ നിങ്ങൾക്ക് ഒരു സ്ഥലത്തിട്ട് നിങ്ങൾക്ക് ഡൈവേർട്ട് ചെയ്ത് ഗോവയിലോട്ടും പോകുന്നതാണ്. എല്ലാം ഈ സെയിം റൂട്ട് തന്നെയാണ്. പക്ഷേ ഗോവയിലോട്ട് പോകുമ്പോൾ ഡൈവേർട്ട്
ഡൈവേർട്ട് ചെയ്ത് ഒരുപാട് കിലോമീറ്റേഴ്സ് പോകേണ്ടി വരും. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ ലോങ് ട്രിപ്പ് ആണെങ്കിൽ മാത്രം ഗോവയിലോട്ട് പോകും, അല്ലാത്തവർ ബദാമിൽ നിന്ന് ട്രെയിൻ വഴിയോ റോഡ് വഴിയോ പോവുക. റോഡ് വഴി അതായത് ഓൺ വെഹിക്കിളോ അല്ലെങ്കിൽ റെന്റഡ് വെഹിക്കിൾ ഉണ്ടെങ്കിൽ അങ്ങനെ പോകാൻ നോക്കുക. കാരണം ഒരുപാട് നല്ല മനോഹരമായ ഭൂപ്രകൃതിയുള്ള സ്ഥലമാണ്. ഞാൻ പറഞ്ഞ പോലെ നല്ല പാടങ്ങളും സൂര്യകാന്തി പാടങ്ങളും അടിപൊളി ലൊക്കേഷനാണ്. ഈ ട്രെയിൻ ആണെങ്കിൽ ബദാമിയിൽ ഇറങ്ങിയിട്ട് ബദാമി കണ്ട് തിരിച്ചു പോകുന്ന വഴി തന്നെ ഞാൻ പറഞ്ഞ മറ്റ് സ്ഥലങ്ങളുടെ അവിടെയും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻസ് ഉണ്ട്. ഇനി വരുന്ന വ്ളോഗിൽ ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ സജഷൻ എപ്പോഴും ബാംഗ്ലൂരിൽ നിന്ന് തന്നെ പോവാണ്. ഇത് കേവ് 2-ൻ്റെ അവിടെയുള്ളൊരു എന്താ പറയുക, ഒരു മുനിമാര് തപസ്സിരിക്കുന്ന പോലത്തെ ഒരു ഗുഹ കണ്ടപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. അപ്പോൾ പറ്റുമെങ്കിൽ റോഡ് ട്രിപ്പ് തന്നെ പോവുക. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് പോകാനേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ നേരിട്ട് ബാംഗ്ലൂർ ടു ബദാമി റൂട്ട് പോകുന്നവരാണെങ്കിൽ പോകുന്ന വഴി ഇതുപോലെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഒരു 3 ദിവസം, അതായത് 2 നൈറ്റ്സും 3 പകലും കൊണ്ട് ഈ ബദാമിക്ക് പോകുന്ന വഴിയുള്ള എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാം. ജസ്റ്റ് ഒന്ന് തപസ്സിരിക്കാൻ നോക്കിയതാണ് എൻ്റെ കൺഫ്യൂഷൻസ് ഒക്കെ തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും വർത്ത്ഫുള്ളാണ് ഈ ഒരു സ്ഥലം. തീർച്ചയായിട്ടും വരിക. ഇനി ബദാമും മൊത്തം കാണാനാണെങ്കിൽ രാത്രിയോ അതിരാവിലെയോ നിങ്ങൾ എത്തിച്ചേരാൻ നോക്കാം. അപ്പം നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ബദാമി കണ്ടു കഴിഞ്ഞ് ഞാൻ പറഞ്ഞ സൗത്തിലും നോർത്തിലുള്ള സ്ഥലങ്ങൾ കണ്ട് പിന്നെ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് വേറെ ഉണ്ട്, അത് വൈകുന്നേരം കണ്ട് ബദാമിൽ നിന്ന് തിരിച്ച് പോകുന്ന വഴി ബാംഗ്ലൂർക്ക് പോകുന്ന വഴി ഞാൻ പറഞ്ഞ ഇനി വരുന്ന വീഡിയോയിൽ എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ കണ്ട് ഒരു 3 ദിവസം കൊണ്ട് ഒരു ട്രിപ്പ് അടിച്ച് പൊളിച്ച് നിങ്ങൾക്ക് വരാൻ പറ്റും. ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മഴക്കാലത്ത് ഇവിടത്തേക്കുള്ള യാത്ര ഒഴിവാക്കുക. പ്രത്യേകിച്ച് കുട്ടികളും മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ സ്ലിപ്പറി വഴികളാണ് ഈ പാറയൊക്കെ ആയതുകൊണ്ട്. അപ്പം അതുകൊണ്ട് കയറ്റമൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ആ സമയത്ത്. ഇനി വളരെ ചെറിയ മഴയും ക്ലൗഡി ക്ലൈമറ്റും ഒക്കെ ആണെങ്കിൽ ഓക്കെയാണ്. സോ നവംബർ ടു ഫെബ്രുവരി വരെയുള്ള സമയം പോവുക. അതിനുശേഷം വെയിലും ചൂടൊക്കെ ഇരുന്നതുകൊണ്ട് തളരും. സൂര്യപ്രകാശം ഇങ്ങോട്ട് ഏൽക്കില്ലെങ്കിലും ആ ഒരു കാലാവസ്ഥ ഇത്തിരി മോശമാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു സമയത്ത് വരാൻ ശ്രദ്ധിക്കുക. ഇപ്പം കറൻ്റ്ലി നല്ല ടൈമാണ്. ഞാൻ കേവ് 3 പോവാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഒരു കാരണവശാലും കേവിൽ നടക്കുമ്പോൾ സ്നാക്സ് ഫുഡൊന്നും കഴിക്കാതിരിക്കുക. അക്രമകാരികളായ കുരങ്ങന്മാരെ സോണ്ട് ഇത് ഭയങ്കര ഡേഞ്ചറസ് കുരങ്ങന്മാരാണ് കേട്ടോ. അപ്പോൾ ഫുഡ് വണ്ടിയിൽ തന്നെ പറ്റുമെങ്കിൽ വെക്കുക. ഇനി വണ്ടി ഇല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ബാഗിൽ വെക്കുക. കഴിയുന്നതും ബാക്ക് പാക്ക് തന്നെ ഉപയോഗിക്കുക. പിന്നെ ഫോട്ടോയും മറ്റൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ബാഗ് എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മൾ എടുക്കാറുണ്ട്. അങ്ങനെ വെക്കാതിരിക്കുക. കാരണം ചിലപ്പോൾ കുരങ്ങന്മാർ ഫുഡൊക്കെ ഉണ്ടെന്ന് വെച്ച് ചിലപ്പോൾ ബാഗ് എടുത്തുകൊണ്ടും ചിലപ്പോൾ ഫുഡൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ വാല്യുബിൾ ആയ സാധനങ്ങൾ മാറും. അപ്പോൾ കാറിലാണെങ്കിൽ വേഗം ഇറങ്ങാൻ നോക്കുക. ജനാലൊന്നും വിൻഡോ ഒന്നും തുറക്കാണ്ടിരിക്കുക. ഒരു ഗ്യാപ്പ് കിട്ടി അപ്പം കയറും കുരങ്ങന്മാർ. അതുകൊണ്ട് വിൻഡോസ് തുറക്കാതിരിക്കുക. ഇതാണ് കേവ് 3 എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ വിഷ്ണുവിന് ഡെഡിക്കേറ്റ് ചെയ്ത ടെമ്പിൾ തന്നെയാണ് കേവ് 3യും. കേവ് 3 ആണ് ഈ 4 കേവ് ഉണ്ടല്ലോ. ഈ 4 കേവിൽ ഏറ്റവും വലുത് കേവ് 3 തന്നെയാണ്. അതിൻ്റെ ഒരു വലിപ്പം കൊണ്ടും ഒരുപാട് ശില്പങ്ങളും കൊത്തുപണികളൊക്കെ കേവ് 3 കാണാം. പക്ഷെ ഒരു ഈവനിങ് സമയം ആയതുകൊണ്ട് തന്നെ ഉള്ളിലത്തെ വിഷ്വൽസ് അത്ര ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ടാണ് ഉള്ളിലത്തെ വിഷ്വൽസ് അധികം ക്ലിയർ അല്ലാണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കാം. ഇനി മറ്റൊരു കാര്യം, ഹോട്ടൽ താമസ സൗകര്യം വളരെ ലിമിറ്റഡ് ആണ്. 1 കിലോമീറ്റർ ചുറ്റളവിൽ ഈ കേവ് ടെമ്പിളിന്റെ ബദാമി നോർത്തും സൗത്തിൻ്റെ ഒക്കെ 1 കിലോമീറ്റർ ചുറ്റളവിൽ 1 to 3 കിലോമീറ്റേഴ്സിനുള്ളിൽ 3 ഹോട്ടൽസേ ഉള്ളൂ. വീക്കെൻഡ് ടൈമിലാണെങ്കിൽ ഭയങ്കര റേറ്റ് ആകും ഇവിടെ. അപ്പം അതുകൊണ്ട് വർക്കിംഗ് ഡേയ്സിൽ വരാൻ നോക്കാൻ പറ്റുമെങ്കിൽ, അതല്ലെങ്കിൽ വരുന്നതിന് മുന്നേ 3 വീക്ക് മുന്നെങ്കിലും, ഇപ്പം നിങ്ങൾ വീക്ക് ഡേ വരാണെങ്കിലും വീക്കെൻഡ് വരാണെങ്കിലും 3 വീക്ക് മുന്നെങ്കിലും ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ നോക്കുക. കാരണം ഇവിടെ 3 ഹോട്ടൽസേ ഉള്ളൂ നിയർ ബൈ ആയിട്ട് ഒരു 3 കിലോമീറ്ററിനുള്ളിൽ. അപ്പം നേരിട്ട് വന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മേക്ക് മൈ ട്രിപ്പ്, ഗോപിബോ പോലുള്ള ആപ്പുകൾ യൂസ് ചെയ്യുക. ഏറ്റവും റേറ്റ് കുറവ് ഇവിടെ ഗവൺമെന്റ് ഹോട്ടലായ KTTC മയൂരിയാണ്. 2000-നുള്ളിൽ കിട്ടും. മറ്റ് 2 ഹോട്ടൽസ് 2000 എബവ് ആണ്. ഭയങ്കര കത്തിയാണ്. കാരണം ഇവിടെ ഭയങ്കര ഡിമാൻഡാണ് ഹോട്ടൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ കേവ് ടെമ്പിൾ, ഇത്തരം സൈറ്റുകൾ മേക്ക് മൈ ട്രിപ്പിലൊക്കെ കേവ് ടെമ്പിളിന് ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ 3 ഹോട്ടൽസും കാണിക്കും. അതിൽ KTTC മയൂരി ഉണ്ടെങ്കിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഹോട്ടലാണ്, അത് കിട്ടും. അതിൽ ബുക്ക് ചെയ്യാം. 3 ഹോട്ടൽസും വലിയ സ്റ്റാൻഡേർഡ് ഉള്ളതൊന്നല്ല. അതിൻ്റെ ഒരു നിലവാരം വെച്ചിട്ട് അതിൽ 3000 എബവ് വരുന്ന ഹോട്ടൽ മാത്രത്തിനും കൂടി സ്പേഷ്യസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് KTTC മയൂരയിൽ ബുക്ക് ചെയ്യുക. അല്ലെങ്കിൽ അത് കിട്ടിയില്ലെങ്കിൽ അടുത്ത ഹോട്ടലിൽ ബുക്ക് ചെയ്യുക. അപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് തന്നെ വരാൻ നോക്കുക. പിന്നെ വെഹിക്കിൾ ഇല്ലാത്തവരാണെങ്കിൽ ഈ ഹോട്ടൽസിൻ്റെ പുറത്ത് ഹോട്ടലിൽ താമസിച്ച് ഈ ഹോട്ടൽസിൻ്റെ പുറത്തുനിന്ന് തന്നെ ആ ഹോട്ടലിലുള്ള ഏരിയ ഒക്കെ ഒരു സിറ്റി ലൈനിലാണ് വരുന്നത്. ഈ 3 ഹോട്ടലിൽ ഓട്ടോറിക്ഷ കിട്ടും. ഓട്ടോറിക്ഷയിൽ ബദാമി നോർത്തിലോട്ട് സൗത്തിലോട്ട് നിങ്ങൾക്ക് വരാം. പിന്നെ ഞാൻ പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ്, അത് നിങ്ങൾക്ക് ഒരു ടാക്സി വിളിച്ചിട്ട് ടാക്സി സൗകര്യം ഹോട്ടലിൽ പറഞ്ഞിട്ട് അങ്ങനെ വരാവുന്നതാണ്. അപ്പോൾ ഇത് കേവ് 4ൻ്റെ അവിടെ എത്തി. കേവ് 4ലാണ് ഫുൾ വ്യൂ കിട്ടുന്നത് കേട്ടോ. ഈ അപ്പുറത്ത് ഓപ്പോസിറ്റുള്ള അഗസ്ത്യ ലേക്ക്, പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള കോട്ട, പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ഭൂതനാഥ് ടെമ്പിളിൻ്റെ ഒക്കെ ഫുൾ വ്യൂ കിട്ടുന്നത് കേവ് 4ൽ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഫുൾ വ്യൂ കിട്ടുന്നത്. അപ്പോൾ കേവ് 4 ഏറ്റവും മുകളിലത്തെ കേവിലെത്തി.
അപ്പൊ നമ്മൾ ആദ്യം കേവ് ടെമ്പിളിലോട്ട് വരുമ്പോൾ ഒരു ഗേറ്റ് കണ്ടില്ല, ആ ഗേറ്റിന്റെ പുറത്തേക്ക് കിടന്ന് അതേ റൂട്ടിൽ തന്നെ പോയി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ ഒരു 1 കിലോമീറ്റർ ഉള്ളൂ. ഫുഡ് കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഒരുപാട്, ഒരു സിറ്റി ജംഗ്ഷനാണ്, ഒരുപാട് ഷോപ്പുകളൊക്കെ ഉള്ള ഏരിയ കാണാം. ഇതാണ് ആ ഭൂതനാഥ് ടെമ്പിൾ. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നത്. ഭൂതനാഥ് ടെമ്പിൾ, ബദാമി കോട്ടിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ബദാമിയിൽ ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളും കാണേണ്ടതും പ്രാധാന്യമുള്ള മറ്റ് സ്ഥലങ്ങളുടെ വീഡിയോ ആയിട്ട് അടുത്ത പാർട്ടിൽ ഞാൻ വരുന്നതാണ്. പിന്നെ ഈ ബദാമി യാത്ര ഒറ്റ ദിവസം കൊണ്ട് ഈ നോർത്തും പിന്നെ ഓപ്പോസിറ്റുള്ള ഈ സൗത്തും എങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് കാണാമെന്നും ബദാമിയിൽ മറ്റേ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസും ഒറ്റ ദിവസം കൊണ്ട് കവർ ചെയ്യാന്നുള്ളതും എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. ഇതാണ് ബദാമി ലാസ്റ്റ് കേവ്. നമ്മൾ ലാസ്റ്റ് കേവ് എത്തി. ലാസ്റ്റ് കേവ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തത് ജെയിൻ ടെമ്പിൾ ആണിത്. അതായത് ജൈന മതത്തിലെ അവരുടെ ഒരു ഹിസ്റ്ററി സൂചിപ്പിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു കേവ് ആണ് കേട്ടോ ഈ കേവ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞാൽ വിഷ്വൽസ് ഒക്കെ കിട്ടും. പിന്നെ ഇവിടെ പ്രധാനമായിട്ട് ബദാമി കേവ് ടെമ്പിൾ നമുക്ക് മോർണിംഗ് വരാണെങ്കിൽ സൺറൈസ്, നേരത്തെ 6 മണിക്ക് വരാണെങ്കിൽ സൺറൈസ് കാണാൻ പറ്റും. പിന്നെ ഈവനിങ് സൺസെറ്റ് നമ്മൾ പോയ സമയത്ത് ഒരു ക്ലൗഡി കാലാവസ്ഥ ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും പറ്റിയില്ല. പക്ഷേ രാവിലെ വരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ സാധിക്കും. നിങ്ങൾ രാവിലെ തന്നെ യാത്ര പ്ലാൻ ചെയ്യണം. അതായത് ബദാമിയിൽ രാത്രി എത്തിച്ചേരുക, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പുലർച്ചെയാണ് എത്തിച്ചേരുന്നതെങ്കിൽ പുലർച്ചെ രാവിലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. രാവിലെ ഈ കേവ് ടെമ്പിൾ ഒരു 6 മണിക്ക് അത് തുറക്കും. അപ്പോൾ 6 മണിക്ക് വന്ന് പാർക്കിങ്ങിന് അവിടെ വന്ന് ടിക്കറ്റ് എടുത്ത് ഈ കേവ് ടെമ്പിളും കഴിഞ്ഞ് അതിൻ്റെ സൗത്ത് പാർട്ടിലും പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസിൽ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ ഈവനിങ്ങോ പോയ ബദാമി മൊത്തം കണ്ടുകൊണ്ട് ഒരു ദിവസം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ച് ബാംഗ്ലൂരിലോട്ട് പോവാം. ബാംഗ്ലൂരിലോട്ട് പോകുന്ന വഴിയാണ് മറ്റ് സ്ഥലങ്ങളുള്ളത്, മറ്റ് അടിപൊളി സ്ഥലങ്ങളുള്ളത്. അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. അപ്പോൾ വീഡിയോൻ്റെ അപ്ഡേറ്റ്സിനായിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ, ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.